ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് നമുക്ക് പോകാം. സോ ടോട്ടലുള്ള ഒരു വേൾഡിലെ മാർക്കറ്റിൻ്റെ ഹെൽത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ ഒരു ഫ്ലാറ്റ് രീതിയിൽ ട്രേഡ് ചെയ്യാൻ S&Pയുടെ ആൻഡ് നാസ്ഡാക്കിൻ്റെ ക്ലോസിങ് പറയുകയാണെങ്കിൽ S&P 500 15 പോയിൻറ്റ്സ് ഒരു ഫ്ലാറ്റ് ആൻഡ് നെഗറ്റീവ് ക്ലോസിങ്ങിലാണ് S&P നാസ്ഡാക്കിലും നിൽക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ടോട്ടലി ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാം. 89 പോയിന്റ്സ്, 52 പോയിന്റ്സ്, 102 പോയിന്റ്സ്, അങ്ങനെയാണ് യൂറോപ്യൻ മാർക്കറ്റ്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1% അപ്പൊന്നും അല്ല, മിക്കതും ഒരു 0.82, 0.62, 0.40% ആണ്. അതായത് ജസ്റ്റ് ചെറിയ ഒരു നെഗറ്റീവ് സെന്റിമെന്റ്സ് ഇല്ലാതെ ക്ലോസ് ചെയ്തു എന്നേ പറയാനുള്ളൂ. ഓക്കെ, ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് നോക്കാം. ഏഷ്യൻ മാർക്കറ്റ്സിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ടുണ്ടായിരുന്ന ക്രാഷ് നമുക്കറിയാം. കോസ്പി ഒക്കെ ക്രാഷ് ചെയ്ത രീതി നമുക്കറിയാം. ഗിഫ്റ്റ് നിഫ്റ്റി നിലവിൽ ട്രേഡ് ചെയ്ത 140 പോയിന്റ്സ് അപ്സൈഡിലാണ്, അതായത് 0.58 പോയിന്റ്സ് പെർസെൻറ്റേജ് അപ്സൈഡാണ്. സോ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഒരു പോസിറ്റീവ്നെസ് കാണുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ഒരു ബുൾസ് ചാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിക്കി 9.92 പോയിന്റ്സ് ഡൗൺ സൈഡ് ട്രേഡ് ചെയ്യുന്നു, ഫ്ലാറ്റ് ആണെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. സ്ട്രേറ്റ് ടൈംസ് 18 പോയിന്റ്സ് അപ്സൈഡിലാണ്. ഹാങ്സങ് 1% അപ്പാണ്, 325 പോയിന്റ് അപ്പാണ്. അതായത് ഉള്ളതിൽ ബെറ്റർ പെർഫോമൻസ് നടത്തുന്നത് ഹാങ്സങ് ആണ്. തായ്വാൻ വെയിറ്റഡ് ആണെങ്കിൽ നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. സോ ഏഷ്യൻ മാർക്കറ്റ്സ് ഒരു മിക്സഡ് സിഗ്നൽ തരുവാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി എന്തായാലും പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ആ ഒരു ബുള്ളിഷ്നെസ് വരാൻ പോസിബിലിറ്റി കൂടുതലാണ്. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മളിതാ ഒരു ഗ്യാപ്പ് ഏരിയയിലേക്കാണ് എത്തിയിരുന്നത്. ഒരു സപ്ലൈ ഏരിയയിലേക്കാണ് എത്തിയിരുന്നത്. ആൻഡ് ആ സപ്ലൈ നോക്കുവാണെങ്കിൽ തന്നെ സപ്ലൈ സോണിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത രീതി നോക്കുക. അഗ്രസീവ് സെല്ലിംഗ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. 15 മിനിറ്റിൽ മാർക്കറ്റ് ഒന്ന് അപ്സൈഡ് പോകുന്നു, തിരിച്ച് ഡൗൺ സൈഡ് വരുന്നു, ആൻഡ് വീണ്ടും അറ്റംപ്റ്റ് അപ്സൈഡ് തന്നെയാണ് ഉള്ളത്. സോ മാർക്കറ്റ് ആ ഒരു സപ്ലൈ സോണിലെ റിയാക്ഷൻ നോക്കുമ്പോഴത്തേക്കും ഹെവി സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നോക്കേണ്ടത് ഫ്രഷ് ലെവൽസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്നലത്തെ ആ ഒരു ഹൈ മാർക്കറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ സോണായിട്ട് ആക്ട് ചെയ്യാം. ഇന്നലത്തെ ഹൈ കാര്യം ആ ഒരു സപ്ലൈ സോൺ ആണെങ്കിലും ഫ്രഷ് ആയിട്ട് നല്ല ഹ്യൂജ് സെല്ലിംഗ് ഉണ്ടായില്ലെങ്കിലും ആ ഒരു സപ്ലൈക്ക് അപ്പുറം മാർക്കറ്റിന് പ്ലേസ് ചെയ്ത് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഇന്നലത്തെ ഹൈ മാർക്കറ്റിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സോണായിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിന് ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ 24,038 എന്ന ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും റേഞ്ചിലേക്ക് ഒരു 120 പോയിന്റ്സ് അപ്സൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം 23,983 ആണ് ക്ലോസിംഗ്. മാർക്കറ്റ് ആ ഗ്യാപ്പ് അപ്പിന് ശേഷം മാർക്കറ്റ് 24,164 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു ബൈയിങ് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു 2 ലെവൽസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആൻഡ് നമുക്ക് ഡൗൺ സൈഡ് വരികയാണെങ്കിൽ മാർക്കറ്റ് നമ്മളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി മാർക്കറ്റ് ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഏറ്റവും പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ സോണാണ്. ഓക്കെ, 23,830 to 23,765 ഈ ഒരു സോണിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിന് ഒരു ചാൻസ് ഉള്ള സോണ് 23,830 എന്ന് പറയുന്ന ഈ ഒരു ഡിമാൻഡ് സോണ് മാർക്കറ്റ് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മൈനർ ലെവൽസ് നിങ്ങൾ വാച്ച് ചെയ്യുക. മാർക്കറ്റ് ഇതിനപ്പുറം പോകുവാണെങ്കിൽ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വളരെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇടാറുണ്ട്. അപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ടുള്ളവർക്കറിയാം, റിസൾട്ട് ഞാൻ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്തോ ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജും ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ സോൺസ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രധാനപ്പെട്ട ന്യൂസസ് അല്ലെങ്കിൽ റിസൾട്ടുകളൊന്നും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ടോട്ടലി നോക്കുമ്പോഴത്തേക്കും ഇന്നത്തെ റിസൾട്ടുകൾ, ഇന്ന് പുറത്തു വരുന്ന റിസൾട്ടുകൾ ഐഷർ മോട്ടോഴ്സ്, അദാനി എന്റർപ്രൈസ്, ഏഷ്യൻ പെയിന്റ്സ്, അദാനി പോർട്സ്, കോൾഗേറ്റ്, ACME സോളാർ, എയ്ക്കോസ്, ബജാജ് ഹൗസിംഗ് ഫിനാൻസ്, ബ്ലാക്ക്ബക്ക്, കാർട്രേഡ്, ഡാബർ ഇന്ത്യ, ഹെക്സാവെയർ ടെക്നോളജീസ്, ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക്, KP ടെക്നോളജീസ്, കർണാടക ബാങ്ക്, എംടർ ടെക്, പിരമൽ ഫാർമ, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, സിൻജീൻ, വേദാന്ത പവർ, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് വാറി എനർജീസ് വളരെ പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്ന് വരുന്നുണ്ട്. സോ മാർക്കറ്റ് അതിന്റെ റിയാക്ഷൻസ് ഉണ്ടാവും ഇന്നും നാളെയായിട്ട്. L&Tയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ റൈസ് ഉണ്ടായിട്ടുണ്ട്, മാർജിൻ ബട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ടാറ്റ ക്യാപിറ്റലിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് വളരെയധികം സോർ ചെയ്തിട്ടുണ്ട്. 990 crore നിന്നും 1,547 കോടിയിലേക്ക് പ്രോഫിറ്റ് സോർ ചെയ്തു. ടോട്ടൽ ഇൻകം ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, AUM സർജ് ചെയ്തിട്ടുണ്ട്. ടാറ്റ ക്യാപിറ്റൽ വളരെ പോസിറ്റീവായിട്ട് റിസൾട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് ടാറ്റ ക്യാപിറ്റൽ. ഓക്കെ,
ഫീനിക്സ് മിൽസ് പ്രോഫിറ്റ് ജമ്പ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പാരദീപ് ഫോസ്ഫേറ്റിന്റെ ആണെങ്കിൽ പ്രോഫിറ്റും റവന്യൂ സ്പൈക്ക് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഉണ്ട്. ബിർള സോഫ്റ്റിന്റെ പ്രോഫിറ്റ് സർജ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. DCM ശ്രീറാമിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് നല്ല രീതിയിൽ കൂടിയതായിട്ട് ന്യൂസ് ഉണ്ട്. അതായത് 113 കോടിയിൽ നിന്നും 692 കോടിയിലേക്കാണ് DCM ശ്രീറാമിന്റെ പ്രോഫിറ്റ് കൂടിയത്. റവന്യൂ ഇൻക്രീസ് ഉണ്ട്, എക്സെപ്ഷണൽ ഗെയിൻസും പോയിട്ടുണ്ട്, നല്ല രീതിയിലുണ്ട്. RPG ലൈഫ് സയൻസിന്റെ ആണെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, റവന്യൂ സോർ ചെയ്തിട്ടുണ്ട്. VST ഇൻഡസ്ട്രീസ് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി എന്നല്ല 24% ഡൗൺ സൈഡ് ആണ് വന്നിട്ടുള്ളത്. സനോഫി കൺസ്യൂമർ കെയറിന്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ ന്യൂസുകൾ വരുന്നുണ്ട്. RVNLന്റെ പുതിയൊരു ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആണ് ഒരു കൺസ്ട്രക്ഷൻ ഓഫ് ഡബിളിംഗ് വർക്ക്സ് ആണ് വന്നിട്ടുള്ളത്. 25T ഇന്ത്യൻ റെയിൽവേ സ്റ്റാൻഡേർഡ് ലോഡിംഗ് ഫ്രം കുണ്ടാവ ചൈനിപ്പൂർ with connection to doubling of the Sita Marhi Raxwell section. കുറച്ച് ടെക്നിക്കൽ ടേംസും അങ്ങനെ കുറെ കൊണ്ട് സ്ഥലത്തിന്റെ പേരൊക്കെയാണ്. പിന്നെ അങ്ങനത്തെ ന്യൂസുകളും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും റിസൾട്ട് ബേസ്ഡ് പോസിറ്റീവ് ആണ് പല കാര്യങ്ങളും. ഓക്കെ, ടാറ്റ ക്യാപിറ്റൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാറ്റ ക്യാപിറ്റലിന്റെ ചാർട്ട് നമുക്ക് പരിശോധിക്കാം. ടാറ്റ ക്യാപിറ്റൽ നല്ലൊരു ബുള്ളിഷ് പ്രസൻസിന് ശേഷം ടാറ്റ ക്യാപിറ്റൽ അപ്സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക. പിന്നെ NLC ഇന്ത്യ ഞാൻ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും താഴോട്ട് വന്നു, ഞാൻ സെല് ചെയ്തിരുന്നില്ല. കാര്യം ഞാൻ പോസിറ്റീവ് ആണ്. ടോട്ടൽ ഓവറോൾ കമ്പനി ഹെൽത്തിൽ ഞാൻ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് ഹോൾഡ് ചെയ്യുകയായിരുന്നു. അപ്പം നമുക്ക് നോക്കാം. NLC ഇന്ത്യ വരുന്ന ദിവസങ്ങളിൽ ഫോക്കസ് ആണ്. ഞാൻ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുകയാണ്. അങ്ങനെ ഒരുപാട് കമ്പനികൾ, പിന്നെ റിസൾട്ട് ബേസ്ഡ് ആയിട്ട് വന്ന ഒരുപാട് കമ്പനികൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. RK ഫോർജ്, രാമകൃഷ്ണ ഫോർജിങ്സ് എന്താണ് റിസൾട്ട് അത്യാവശ്യം നല്ലതാണ്. ആൻഡ് ടെക്നിക്കലി സ്ട്രെങ്ത്തും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കമ്പനികൾ ഞാൻ കണ്ടിന്യൂ ഹോൾഡ് ചെയ്യുകയാണ്. CMR ഗ്രീൻ എന്ന് പറഞ്ഞ കമ്പനി ഞാനൊരു ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. വളരെ ഒരു നെഗറ്റീവിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ബട്ട് ഫണ്ടമെന്റലി സ്ട്രെങ്ത് ഉള്ള കമ്പനി ആയതുകൊണ്ട് ഞാൻ ഹോൾഡ് ചെയ്യുകയാണ്. CMR ഗ്രീൻ. ഇങ്ങനത്തെ കുറച്ച് കമ്പനികൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. കുറച്ചധികം കമ്പനികൾ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ എല്ലാം പോസിറ്റീവ് ആവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ അടുത്ത സെഷനുമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.